Dear students, good morning to all. Today I am going to discuss circular flow of income and output. What is meant by circular flow? Circular flow is a simplified illustration of the movements of income and output among the different sectors of an economy. ഒരു എക്കോണമിയിലുള്ള as you know that economy comprises different sectors. അപ്പോൾ ആ സെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഇൻകത്തിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും മൂവ്മെൻറ്റ്സാണ് മൂവ്മെൻറ്റ്സിനെ ഒരു ഒരു സിംപ്ലിഫൈഡ് ഇല്ലുസ്ട്രേഷനിലൂടെ കാണിക്കുന്നതാണ് സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഈസ് എ സിംപ്ലിഫൈഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് movements of income and outputs among different sectors of an economy. As we know that economy is composed or comprised of four sectors. 4 പ്രധാനപ്പെട്ട സെക്ടേഴ്സാണ് ഒരു ഏതൊരു എക്കോണമിയിലുള്ളത്. ഫസ്റ്റ് ഹൗസ് സെക്ടർ, സെക്കൻഡ് ബിസിനസ് സെക്ടർ, തേർഡ് ഗവൺമെൻറ് സെക്ടർ, ഫോർത്ത് ഫോറിൻ സെക്ടർ. Now the question, what is circular flow? ഈ സെക്ടേഴ്സിൻ്റെ ഇടയിൽ ഇൻകം ഔട്ട്പുട്ട് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനാണ് ആക്ച്വലി വാട്ട് ഈസ് കോൾഡ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദർ ആർ വേരിയസ് സെക്ടേഴ്സ്. അപ്പോൾ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഈ സർക്കുലർ ഫ്ലോയുടെ മൂവ്മെൻറ്റ് മനസ്സിലാക്കും. ഒന്ന് 2 സെക്ടർ, സെക്കൻഡ് 3 സെക്ടർ, തേർഡ് 4 സെക്ടർ മോഡൽ. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സെക്ടേഴ്സാണുള്ളത്. ഓക്കെ, ഇനി now we can discuss 2 സെക്ടർ സർക്കുലർ ഫ്ലോ ഓഫ് മോഡൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 2 സെക്ടറിൽ സർക്കുലർ ഫ്ലോ എങ്കിൽ ഇൻകം അതുപോലെ ഔട്ട്പുട്ട് എങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇൻ എ 2 സെക്ടർ മോഡൽ there is 2 sectors. There is household sector and business sector. 2 പ്രധാനപ്പെട്ട സെക്ടേഴ്സാണ് 2 സെക്ടേഴ്സ് ഉള്ളത്, ഹൗസ് സെക്ടർ ആൻഡ് ബിസിനസ് സെക്ടർ. ഇനി ഹൗസ് സെക്ടർ ഈസ് അസ്യൂംഡ് ടു ദി ഓണേഴ്സ് ഓഫ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് സെക്ടർ ആരാണ്? അവർ ആക്ച്വലി ദ ഓണേഴ്സ് ഓഫ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. ദേ ഓൺഡ് ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ capital, land. But actually they are the owners of household sector. Household sectors are the owners of factories of production. They supplies the factories services to the business sector. അവർ എന്ത് ചെയ്യുന്നു? ബിസിനസ് സെക്ടറിന് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെ സർവീസ്, അല്ലെങ്കിൽ അവർ അവരുടെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ബിസിനസ് സെക്ടറിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ചെയ്യുന്നു. ഓക്കെ, ഓൾസോ ദ കൺസ്യൂം ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബിസിനസ് സെക്ടർ. അതുപോലെ തന്നെ ഹൗസ് സെക്ടർ എന്ത് ചെയ്യുന്നു? ബിസിനസ് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് വാങ്ങുന്നു, അത് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഹൗസ് സെക്ടർ പ്രൊവൈഡ്സ് ദ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസസ് ഓഫ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ ബിസിനസ്. ഓക്കെ, അതുപോലെ തന്നെ ഓൾസോ ദ consume the output produced by the business sector. ബിസിനസ് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് അവർ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഫാക്ടറീസ് പ്രൊഡക്ഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് പിന്നെ ബിസിനസ് സെക്ടർ എന്ത് കൊടുക്കുന്നു? ഫാക്ടർ പേയ്മെൻറ്റ് ഇങ്ങോട്ട് തിരിച്ച് ഫാക്ടർ പേയ്മെൻറ്റ്സ് ബിസിനസ് സെക്ടർ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതുപോലെ തന്നെ റെൻറ്റ്, ഈ 4 പ്രധാനപ്പെട്ട റെമ്യൂണറേഷൻസ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ബിസിനസ് സെക്ടറിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡ് വാങ്ങുമ്പോൾ തിരിച്ച് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു? എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. ഹൗസ് ഹോൾഡിന് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 2 രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ഫാക്ടർ സർവീസ് ഹൗസ് ഹോൾഡ് ബിസിനസ്സിന് കൊടുക്കുന്നു. അപ്പോൾ ബിസിനസ് അതിന് തിരിച്ച് ഫാക്ടർ പേയ്മെൻറ്റ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇൻ ടേംസ് ഓഫ് വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതുപോലെ തന്നെ റെൻറ്റ്. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ബിസിനസ് ഹൗസ് ഹോൾഡ്സിന് കൺസംഷന് വേണ്ടി
ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്ന ബിസിനസ്. തിരിച്ച് ഹൗസ് ഹോൾഡ്സ് എക്സ്പെൻഡിച്ചറും ഗുഡ്സ് അതിനുള്ള പേയ്മെൻറ്റ് എത്രയാണ് ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള എമൗണ്ട് അത് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് രൂപത്തിലുള്ള ട്രാൻസാക്ഷൻ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ടു സെക്ടർ എക്കോണമി. അത് ബാങ്ക് ആവാം, അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അവിടെ എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡ്സിൻ്റെ ഒരു പാർട്ട് ഓഫ് ദെയർ ഇൻകം സേവ്ഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, ഒരു ഇൻകത്തിൻ്റെ ഒരു പാർട്ട് അവർ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സേവ് ചെയ്ത് ഇൻകം ക്യാപിറ്റൽ മാർക്കറ്റിൽ സേവ് ചെയ്യുന്നു. അത് ബിസിനസ് സെക്ടർ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ബിസിനസ് സെക്ടർ വാങ്ങുന്നു. അപ്പോൾ ഒരു ഫ്ലോ ആണത്, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൗസ് ഹോൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ് സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്ത എമൗണ്ട് ബിസിനസ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ലോൺ ആയിട്ടോ അല്ലെങ്കിൽ കടമായിട്ടോ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. ഓക്കെ, ആക്ച്വലി ഈ ടു സെക്ടർ മോഡലിലുള്ള ലീക്കേജ് എന്ന് പറയുന്നത് സേവിങ് ആണ്. സേവിങ് ഈസ് എ ലീക്കേജ് ഇൻ എ ടു സെക്ടർ മോഡൽ. അപ്പോൾ ടു സെക്ടർ മോഡലിലുള്ള ലീക്കേജ് ആണ് സേവിങ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഈ ഹൗസ് ഹോൾഡ് സെക്ടർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബിസിനസ് സെക്ടറിൻ്റെ എന്ത് ചെയ്യും, ഇപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടർ കൺസ്യൂം ചെയ്യാണ്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അധികം ചിലവാക്കാണ്ട് കൂടുതൽ എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ബിസിനസ് സെക്ടറിൻ്റെ ഇൻകം കുറയും. ഓക്കെ, കാരണം അവരുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവില്ല, ഇൻകം കുറയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ സേവിങ് ഈസ് എ ലീക്കേജ് ഇൻ ടു സെക്ടർ മോഡൽ. ഇനി വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇൻ എ ടു സെക്ടർ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എപ്പോഴാണോ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൗസ് ഹോൾഡ് സെക്ടർ ചെയ്യുന്ന സേവിങ്സ് അതും അതേ പ്രപ്പോർഷൻ സെയിം എമൗണ്ട് എപ്പോഴാണ് ബിസിനസ് സെക്ടർ അത് ബാങ്കിൽ നിന്നും അത് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം നമുക്ക് പറയാം എന്താണ് അവിടെ ഇക്വിലിബ്രിയമാണ് ടു സെക്ടർ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് സേവിങ് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ടു സെക്ടർ എക്കോണമി അല്ലെങ്കിൽ ടു സെക്ടർ മോഡൽ. ഇനി ത്രീ സെക്ടർ മോഡലിൽ വി ഹാഡ് വൺ മോർ സെക്ടർ ദാറ്റ് ഇസ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ നമ്മൾ ത്രീ സെക്ടർ മോഡലിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഹൗസ് ഹോൾഡ് സെക്ടർ ഉണ്ട്, ബിസിനസ് സെക്ടർ ഉണ്ട്. ഹൗസ് ഹോൾഡ് സെക്ടർ ഫാക്ടർ സർവീസ് ബിസിനസ് സെക്ടറിന് കൊടുക്കുന്നു. ബിസിനസ് സെക്ടർ തിരിച്ച് ഫാക്ടർ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡ് സെക്ടർ ബിസിനസ് സെക്ടറിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നു. അപ്പോൾ അതിന് തിരിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് എമൗണ്ട് അവരുടെ ഹൗസ് ഹോൾഡ് അവരുടെ ഇൻകം അങ്ങോട്ട് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് വരുന്നുണ്ട്. ആ ക്യാപിറ്റൽ മാർക്കറ്റ് ഹൗസ് ഹോൾഡ് സെക്ടർ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത സാധനം അവരുടെ എമൗണ്ട് അല്ലെങ്കിൽ ആ മണി അപ്പോൾ ബിസിനസ് സെക്ടർ കടമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ബോറോയിങ്ങോ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബോറോയിങ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ എടുത്ത് അവർ ബിസിനസ് നടത്തുന്നു. അപ്പോൾ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഇനി വാട്ട് വി ആർ ഡൂയിങ് ഹിയർ, വി ആർ ആഡിങ് ഗവൺമെൻറ് സെക്ടർ ഇൻ ടു സെക്ടർ മോഡൽ. നോ വി ഹാവ് ദ ത്രീ സെക്ടർ മോഡൽ. ഇത് ത്രീ സെക്ടർ മോഡൽ ഹൗസ് ഹോൾഡ് സെക്ടർ ഗവൺമെൻറ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ കൂടെ വരുന്നുണ്ട്. എന്താണ് അതും? ടാക്സ്. അപ്പം ഹൗസ് ഹോൾഡ് ഷുഡ് ഹാവ് ടു പേ ടാക്സ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഹൗസ് ഹോൾഡ് സെക്ടർ ദ ഹാവ് ടു പേ ടാക്സ്, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ സം അതർ കൈൻഡ് ഓഫ് ടാക്സ്. തിരിച്ച് ഗവൺമെൻറ് ഇങ്ങോട്ട് എന്ത് കൊടുക്കും? ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെൻഡിച്ചർ ഓൺ ദി പാർട്ട് ഓഫ് ഗവൺമെൻറ് വിത്തൗട്ട് എനി റീപേയ്മെൻറ്റ്. തിരിച്ച് ഗവൺമെൻറ് ഒന്നും കൊടുക്കാണ്ട് സർക്കാർ കൊടുക്കുന്ന എമൗണ്ട്സ് ആണ് പെൻഷൻ അലവൻസ്, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ കിറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ എമൗണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേയ്മെൻറ്റ്സ് എക്സ്പെൻഡിച്ചർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടർ ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നു, തിരിച്ച് സർക്കാർ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കുന്നു. നൗ ആസ് ഫാർ ആസ് ബിസിനസ് സെക്ടർ ഇസ് കൺസേൺ, ദർ ആൾസോ പ്രൊവൈഡിങ് ടാക്സ് ടു ഗവൺമെൻറ്. ബിസിനസ് സെക്ടർ എന്ത് ചെയ്യുന്നു?
ഗവൺമെൻറ്റിന് സർക്കാരിന് ടാക്സ് കൊടുക്കുന്നു. ആ ടാക്സിൻ്റെ പേരാണ് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ ബിസിനസ് ടാക്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഫേംസ് അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തിരിച്ച് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? എക്സ്പെൻഡിച്ചർ പിന്നെ ബിസിനസ്സിന് പല ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നു. ഇൻസെൻറ്റീവ്സ് ആവാം, സബ്സിഡി ആവാം, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി. അപ്പോൾ ബിസിനസ് ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നു, ഗവൺമെൻറ് തിരിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൾസോ ഹാപ്പനിങ് ഇൻ ഗവൺമെൻറ് സെക്ടർ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ 3 sector മോഡൽ. ഇനി വാട്ട് ആർ ദ ലീക്കേജസ് ഇൻ ദ 3 sector മോഡൽ? ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ലീക്കേജസ് ആണ്. ഓൾറെഡി നമുക്കറിയാം സേവിങ് ഈസ് എ ലീക്കേജ്. ഇവിടെ 2 sectorൻ്റെ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് സേവിങ് ഈസ് ഓൾസോ എ ലീക്കേജ്. വൺ മോർ ലീക്കേജ് ഇസ് ഹിയർ ടാക്സ് ആണ് ഇവിടെ ലീക്കേജ്. ടാക്സും ലീക്കേജ് ആണ്. അപ്പോൾ ടാക്സും ലീക്കേജ്. നൗ ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇൻ 3 sector മോഡൽ? ഈ 3 sector മോഡൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സേവിങ് പ്ലസ് ടാക്സ് അതൊരു സൈഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അതായിരിക്കും ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ് പ്ലസ് ടാക്സ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി ഇക്വിലിബ്രിയം കണ്ടീഷൻ in under 3 sector model. Now 4 sector model. In 4 sector model we add one more sector that is called foreign sector. ഈ താഴെ ഭാഗത്ത് ഇനിയിപ്പോൾ ഞാനാകും ഹൗസ് ഹോൾഡ് സെക്ടർ 2 sector പറയുന്നില്ല, ഗവൺമെൻറ് സെക്ടർ പറയുന്നില്ല. ഇനി 4 sectorലാവുമ്പോൾ അവിടെ എന്തുകൂടെ വരുന്നുണ്ട്? ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ആരൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു ആരൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു മാത്രം മനസ്സിലാക്കിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫോറിൻ സെക്ടറിൽ നിന്നും ഗവൺമെൻറ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോറിൻ സെക്ടറിൽ നിന്നും ഗവൺമെൻറ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡും സെക്ടറും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് സെക്ടറും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോറിൻ സെക്ടറിൽ നിന്ന് ബിസിനസ് സെക്ടർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിസിനസ് സെക്ടറും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് ഫോറിൻ സെക്ടറിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സെക്ടറും ഫോറിൻ സെക്ടർക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബട്ട് ഹൗസ് ഹോൾഡ് സെക്ടർ എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അവരെന്തേ ചെയ്യുന്നുള്ളൂ? ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോറിൻ സെക്ടർ എന്നുള്ളൊരു അഡീഷണൽ 4th sector ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നുണ്ട്. അത് ആരൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു ആരൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഈസ് എക്സ്പോർട്ടിങ്, ഗവൺമെൻറ് ഈസ് ഇമ്പോർട്ടിങ് ഫ്രം ഫോറിൻ സെക്ടർ. ബിസിനസ് സെക്ടർ ഈസ് ഓൾസോ ഇമ്പോർട്ടിങ് ഫ്രം ഫോറിൻ സെക്ടർ. അതുപോലെ ഹൗസ് ഹോൾഡ് സെക്ടർ ഈസ് ഓൾസോ ഇമ്പോർട്ടിങ് ഫ്രം ഫോറിൻ സെക്ടർ. ഇനി എക്സ്പോർട്ടിൻ്റെ കേസ് പറയാണ്. ബോത്ത് ഗവൺമെൻറ് ആൻഡ് ബിസിനസ് സെക്ടേഴ്സ് ആർ എക്സ്പോർട്ടിങ് from foreign sector, but household sector did not export anything. കാരണം എന്താണ്? അവർ കൺസംഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടർ ഒന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറും ബിസിനസ് സെക്ടറും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ നൗ ദ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലീക്കേജസ് ഇൻ 4 sector മോഡൽ? ഫസ്റ്റ് ലീക്കേജ് എന്ന് പറയുന്നത് സേവിങ്, സെക്കൻഡ് ലീക്കേജ് എന്ന് പറയുന്നത് ടാക്സ്, തേർഡ് ലീക്കേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ട്. 3 important ലീക്കേജസ് ആർ ഇൻ 4 sector എക്കോണമി. അപ്പോൾ ഇതിൽ ലീക്കേജസ് നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇൻ 4 sector മോഡൽ? ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെയാണ് ഒരു എക്കോണമി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡൽ 4 sector എക്കോണമി എപ്പോഴാണ് ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുക, എക്വിലിബ്രിയം എന്ന് പറയാം എന്ന് ചോദിച്ചാൽ, വെൻ സേവിങ്സ് പ്ലസ് ടാക്സ് പ്ലസ് ഇമ്പോർട്ട് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് നോട്ട് നെറ്റ് എക്സ്പോർട്ട്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് സേവിങ് പ്ലസ് ടാക്സ് പ്ലസ്
ഇമ്പോർട്ട്, എം എന്ന് പറയുന്നത് ഇമ്പോർട്ടാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ. ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട്. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റി അണ്ടർ ഡിഫറെൻറ്റ് സർക്കുലർ ഫ്ലോ ഓഫ് മോഡൽ. എന്താണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്. ഡിഫറെൻറ്റ് കോമ്പോ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഓഫ് നാഷണൽ ഇൻകം അണ്ടർ ഡിഫറെൻറ്റ് മോഡൽസ്. ഓക്കെ, ഫസ്റ്റ് ടു സെക്ടർ മോഡൽ. അപ്പോൾ നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് y is equal to C plus I എന്ന് പറഞ്ഞാൽ ഇൻകം, നാഷണൽ ഇൻകം ഈക്വൽ ടു, അതിന് രണ്ട് പാർട്ടല്ല ടു സെക്ടറിൽ, ഒന്ന് സിയും മറ്റൊരു പാർട്ട് ഐയും. അപ്പോൾ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ. സി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചറും, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും. ക്ലിയർ ആണോ? ഇനി ത്രീ സെക്ടർ മോഡൽ നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് കോമ്പോണൻസ് ഉണ്ട് നാഷണൽ ഇൻകത്തിന്. അപ്പോൾ y is equal to C plus I plus G. y എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം, സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ജി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇനി ഇൻ ദ ഫോർ സെക്ടർ എക്കോണമി നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റി is equal to y is equal to C plus I plus G plus X minus M. y എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം which is equal to first component C consumption expenditure, second component investment expenditure, third component government expenditure plus X minus M net income from abroad അല്ലെങ്കിൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതിൻ്റെ ഡിഫറൻസ്. ഇതാണ് നാഷണൽ ഇൻകം കോമ്പോണൻറ്റ് ആസ് ഫാർ ആസ് ഫോർ സെക്ടർ എക്കോണമീസ് മോഡൽ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് പേഷ്യൻസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം പ്രധാനപ്പെട്ടതല്ല, എല്ലാം സിലബസിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്, മണി ആൻഡ് മണി സപ്ലൈ. അതെന്താ വെച്ചാൽ ഈ ഡയഗ്രാംസ് ഒക്കെ കുറവുള്ളത് കൊണ്ട് ഞാൻ അതെടുക്കും. പിന്നെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ് ഈ വീഡിയോ. കാരണം ആദ്യം ഞാൻ ചെയ്തതിൽ വോയിസ് സൗണ്ട് കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് പെട്ടെന്ന് രണ്ടാമതൊരു വീഡിയോ കൂടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.